ഇപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ ഈ ഉമ്മറപ്പടിയിൽ വന്നിരിക്കുന്നതിന് മുമ്പ് ഒരു ഫോൺ വിളി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത്. മകള് ഒരു പ്രേമത്തിൽ വീണുപോയെന്നും അതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു വിളി. അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മൾ പ്രേമത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷിൽ സാധാരണ ഫോൾ ഇൻ ലവ് എന്നല്ലേ നമ്മൾ പറയുക. പ്രേമത്തിൽ വീണുപോയി. അതെന്താ ആളുകൾ അങ്ങനെ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ സ്നേഹം കിട്ടാതാവുമ്പോഴല്ലേ വീണു പോവുക. ചില പ്രേമങ്ങളെങ്കിലും വെറും പ്രകടനം മാത്രമായിരുന്നു തിരിച്ചറിഞ്ഞപ്പോൾ പലരും വീണു പോയതിൻ്റെ ഒരു ചരിത്രം അവിടെ അവശേഷിക്കുന്നുണ്ട്. എവിടെ പ്രേമം കപടമായിരുന്നു എന്ന് തിരിച്ചറിയുന്നുവോ അവിടെയാണ് ആളുകൾ വീണു പോകുന്നത്. എന്നാൽ എല്ലാ സ്നേഹമൊന്നും അങ്ങനെയല്ല. ആവരുത്. സ്നേഹം ആത്മാവിൻ്റെ ആഹാരമാണെന്ന് പറയാറുണ്ട്. ജീവിക്കാൻ ശ്വസിക്കണമെന്നപോലെ, വിശക്കുമ്പോൾ ആഹാരം കഴിക്കണം എന്നതുപോലെ, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം എന്നതുപോലെ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവണമെങ്കിൽ അവിടെ സ്നേഹം അത്യാവശ്യമാണ്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടരൊപ്പം ഉണ്ടെങ്കിൽ ഒരാൾ വീണു പോവില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നതിനേക്കാൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കും എന്ന് വാശി പിടിക്കാൻ നമുക്ക് സാധിക്കണം. പ്രേമം എങ്ങനെ ലഭിക്കും എന്ന് ചിന്തിക്കുന്നതിന് പകരം പ്രേമം എങ്ങനെ കൊടുക്കാം എന്ന് ചിന്തിക്കാൻ ഓരോരുത്തരും തുടങ്ങിയാലുണ്ടല്ലോ, അവിടെ എല്ലാ വീഴ്ചകളും അവസാനിക്കും. സ്നേഹം ഉള്ളിൽ നിന്നിങ്ങനെ ഉറഞ്ഞൊഴുകി വരേണ്ടതാണ്. ഈ മുട്ട പൊട്ടിക്കും പോലെയാണ് സ്നേഹം. ഉള്ളിൽ നിന്ന് സ്വയം പൊട്ടി വന്നാലേ അതിന് ജീവനുണ്ടാവും. പിന്നെ ആ ജീവനിങ്ങനെ ഉയർന്ന് പറന്നു പോവുകയും ചെയ്യും. എന്നാൽ വീണാലോ അത് ഉടഞ്ഞു പോവും, അതിനുള്ളിലെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും.